അപ്പൊ ഇന്ന് നമ്മളിവിടെ ഹൈവേയിലാ വന്ന്, നാഷണൽ ഹൈവേയിലേക്കാ വന്ന്. ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് വീഡിയോ എടുക്കാന്നെല്ലാം വിചാരിച്ചിട്ടാ വന്നത്. അപ്പൊ വന്ന് സമയം ഇപ്പം 7 മണിയായി. ഉണ്ട് സമയം ഏകദേശം 7 മണിയായി. ഇരുട്ടായി തുടങ്ങി. കുറച്ചും കൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇപ്പൊ കണ്ടോ, ബാക്കില് പുഴയാ. വീഡിയോസ് എടുക്കാൻ വേണ്ടി വണ്ടീന്റെ വീഡിയോസ് ഒന്നും അങ്ങനെ കിട്ടുന്നില്ല. ഇരുട്ടായോണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാ. നമുക്ക് നല്ല വീഡിയോസ് ആയിട്ട് 1-2 ദിവസം കൊണ്ട് വരാം കേട്ടോ. അപ്പോ നമ്മളെ വീഡിയോസ് കാണുകയാണെങ്കിൽ, പുതിയ ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടുക കേട്ടോ. പിന്നെ വേറെന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ഹാപ്പി ആയിരിക്കും കേട്ടോ. പുതിയ വീഡിയോസ് എല്ലാം ഇനി വരും, വന്നുകൊണ്ടേയിരിക്കും. നമ്മളെ നാട്ടില് കണക്ട് ചെയ്യുന്ന ഹൈവേ ആണ് കാസർഗോഡ് ടു ട്രിവാൻഡ്രം. കുറെയൊക്കെ ആയി വരുന്നുണ്ട്. കാസർഗോഡ് ഏകദേശം ശരിയായി, ക്ലിയർ ആവുന്നുണ്ട്. കണ്ണൂർ ജില്ലയിലെ പണി ബാക്കിയുണ്ട്. ചാല, കണ്ണൂർ സിറ്റിന്റെ ഭാഗത്തെല്ലാം പണി ബാക്കിയുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ബാക്കിയുണ്ട്. മുഴപ്പിലങ്ങാടുന്ന് തലശ്ശേരി ടൗൺ ഫുള്ള് കവറായി. തലശ്ശേരി ടൗൺ ടച്ച് ചെയ്യാണ്ട് ഒഴിവാക്കിയിട്ട് നേരെ മാഹി ടൗൺ ഒഴിവാക്കിയിട്ട് അഴിയൂര് വരെ എത്തുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ പഴയപടിയായി. പണി നടക്കുന്നുണ്ട്, കുറച്ച് സ്ലോ. എന്നാലും അടുത്ത മാർച്ചോടെ കംപ്ലീറ്റ് ആയാൽ സൂപ്പറാണ്. കോഴിക്കോട് കുറെയൊക്കെ പണി തീർന്നിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ കുറെയെല്ലാം പണി തീർന്നിട്ടുണ്ട്. എറണാകുളത്ത്, ആലപ്പുഴ, കൊല്ലം ഇവിടത്തെ ഒന്നും എനിക്ക് അങ്ങനെ അപ്ഡേറ്റ് അറിയില്ല. എന്നാലും പണിയെല്ലാം നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ സൂപ്പറായിട്ട് പണിയെല്ലാം നടക്കട്ടെ. നമുക്ക് ഹൈവേ വന്നു കഴിഞ്ഞാൽ നല്ലതാണ്. ഹൈവേ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വലിയ പ്രയാസമില്ലാണ്ട് വണ്ടി ഓടിച്ച് പോവുകയും ചെയ്യുക. പെട്രോളും ഡീസലും എല്ലാം ലാഭമാണ്. അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. പുതിയ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുക, വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ടേക്ക് കെയർ, ബൈ. നമ്മളെ നാട്ടിലെ ഹൈവേ ആണ്. ഹൈവേന്റെ സൈഡിലില്ല പുഴക്കപ്പൊ പാലം പണിതിരിക്കുക. വണ്ടികൾ കാണാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. സമയം 6:45, ഇരുട്ടായി തുടങ്ങി. ഇനിയിപ്പോ ചൂട് സമയമായോണ്ട്, ഏപ്രിൽ മാസമായോണ്ട് 7-7:15 ഇരുട്ടാവും. അപ്പൊ നമുക്ക് ഇന്ന് ഹൈവേയിലിരുന്നിട്ട് കുറച്ച് വണ്ടികളെല്ലാം ഇങ്ങനെ പോകുന്നത് നമുക്ക് ഒന്ന് വീഡിയോസ് എടുക്കാം അല്ലേ? അതാണ് ഇന്നത്തെ മെയിൻ പരിപാടി. നോക്കാം ഏതെല്ലാം വണ്ടിയെല്ലാം ഹൈവേയില് കിട്ടുക. റൈറ്റ് സൈഡില് ടാങ്കർ നിർത്തി വെച്ചിട്ടുണ്ട്. 1 വേ 3 ലൈൻ ഹൈവേ. അപ്പൊ അപ്പ് ആൻഡ് ഡൗൺ 6 ലൈൻ. താഴത്ത് സിംഗിൾ ലൈൻ ഈ സർവീസ് റോഡ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ പാലത്തിന്റെ താഴെ സർവീസ് റോഡില്ല. പാലം എത്തുന്നതിന് മുന്നേ സർവീസ് റോഡ് പിന്നെ ഡൈവേർട്ട് ചെയ്തിട്ട് നേരെ ഹൈവേയിലേക്ക് കയറുക. ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ടോളുണ്ട്. ടോളിലേക്ക് ടോള് കയറി പോവാണ്ട് വേണമെങ്കിൽ താഴെ സർവീസ് റോഡിൽ ഇറങ്ങിയിട്ട് അങ്ങനെ പോവാം. പക്ഷെ വണ്ടി കുറവാ പൊതുവെ. സാധാരണ ഹൈവേ പോകുന്ന അത്ര വണ്ടിയില്ല. ഇവിടെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാല് ഹെവി വെഹിക്കിൾ കുറവാ, ട്രക്സ് കുറവാ. കാരണം ഇതിപ്പോ കണ്ണൂരല്ലേ, അതുകൊണ്ട് ഇൻഡസ്ട്രീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു ഫാസ്ടാഗിന്റെ ഒരു ഇതുണ്ട്. ഫാസ്ടാഗ് വേണ്ടതൊക്കെ റോഡ് സൈഡിൽ തന്നെ കിട്ടും.
ഇൻഡസ്ട്രീസും മറ്റുള്ള കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസും കുറവായോണ്ട് വണ്ടികൾ ട്രക്ക് ലോഡെല്ലാം കുറവാ പൊതുവെ. ഇപ്പൊ നിങ്ങൾ കണ്ടോ, ഇപ്പൊ ഒരു 2-3 മിനിറ്റ് ആയിട്ടും ഇതുവരെ ട്രക്ക് വന്നിട്ടില്ല. ഇതേ ഒരു ട്രക്ക് കാലി പോകുന്ന മീനിന്റെ വണ്ടി കുറെ പോകുന്നുണ്ട്. മീനിന്റെ ഇരുട്ടായോണ്ട് ലൈറ്റ് വെളിച്ചം കുറവാ. വണ്ടികള് വൈറ്റ് ലൈറ്റ് ആകുമ്പോൾ തീരെ കാണുന്നുമില്ല. മാക്സിമം സ്പീഡ് ലിമിറ്റ് ഹൈവേയിൽ 100 ആണ്. പക്ഷേ ഇവിടെ ഇപ്പൊ 80 എന്നല്ല എഴുതി വെച്ചിരിക്കുന്നത്. ഇതുവരെ ഈ ഹൈവേയിൽ ഇവിടെ ക്യാമറയില്ല. ഇതിപ്പം വെറും 18 കിലോമീറ്ററേ ഇല്ലോ, മുഴപ്പലങ്ങാടുന്ന് അഴിയൂര് വരെ, മാഹി കഴിഞ്ഞ് അഴിയൂര് വരെ. പിന്നെ പണി നടക്കുന്നുണ്ട്. വടകര, പയ്യോളി, അങ്ങോട്ട് കൊയിലാണ്ടി, അങ്ങോട്ടെല്ലാം പണി നടക്കുന്നുണ്ട്. പക്ഷെ എത്രത്തോളം എപ്പോ ആവുമെന്ന് അറിയില്ല. 1 കൊല്ലം കൊണ്ട് ആയിക്കഴിഞ്ഞാൽ നല്ലത്. ഏതായാലും രാത്രി വൈകുന്നേരം ആയതുകൊണ്ട് അങ്ങനെ വലിയൊരു എയിമില്ല. വണ്ടികളെയൊന്നും അങ്ങനെ കിട്ടുന്നില്ല. വണ്ടിയും കുറവാ. റോഡ് മേലെ വണ്ടി കുറവാ. കണ്ട, ഇപ്പൊ ഒരു കാലിയല്ലേ, വരുമ്പോ ഒരു 3-4 വണ്ടി ഒന്നിച്ചു വരും, പിന്നെ കാലി. ഞാൻ പറഞ്ഞില്ലേ, ഈ ഹൈവേയിലെല്ലാം മെയിനായിട്ട് ട്രക്കാ പോണ്ടത്. ലോഡും കൊണ്ടുപോകുന്ന ട്രക്ക്. ആ ലോഡും കൊണ്ടുപോകുന്ന ട്രക്ക് കുറവാ, വളരെ കുറവാ. പ്രൈവറ്റ് വണ്ടികളാ കൂടുതലും പോകുന്നത്. അപ്പൊ ഈ കണ്ണൂര് ജില്ലയിൽ നിന്നെല്ലാം പോകുന്ന പ്രൈവറ്റ് വണ്ടികള് എങ്ങനെയെങ്കിലും ടോൾ ഒഴിവാക്കിയിട്ട് പോവാനാ നോക്കുക. ഇതിപ്പോ നമ്മളെ പാലത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാല് താഴത്ത് പുഴയാ, അങ്ങത്തോളം പുഴയാ. പുഴ മുറിച്ച് പാലം കണ്ട, വലിയ പാലം, ഏകദേശം ഒരു 500 മീറ്ററില്ല പാലം. ഇതിലും വലിയ പാലം ഉണ്ട് ഇനി. അപ്പൊ ഇതാണ് ഹൈവേയിലുള്ള കാര്യങ്ങൾ. നല്ല കാറ്റാ ഇവിടെ, കുറച്ച് പൊന്തിയ സ്ഥലമായോണ്ട് നല്ല കാറ്റാ, നല്ല രസം ഇവിടെ വന്ന് ഈവനിങ് വാക്കിന് വരാം. കുറച്ചാൾക്കാർ ഈ വഴിയെല്ലാം ഈവനിങ് വാക്കിന് വരുന്നുണ്ട്. ഈവനിങ് വാക്കിന് വന്ന് എവിടെയെല്ലാം ഇരുന്ന് നല്ല കാറ്റ് കൊണ്ടിട്ട് പോവാം. ഫയർഫോഴ്സിന്റെ ഒരു വണ്ടിയാ പോയെ. വൈറ്റ് ലൈറ്റ് ഇടുമ്പോ ഇതിൽ സ്ക്രീനിലടിക്കുമ്പോ കണ്ട തീരെ അങ്ങോട്ട് ശരിയാവുന്നില്ല. അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നാളെ നമുക്ക് പുതിയ എന്തെങ്കിലും ഒരു വീഡിയോസ് എല്ലാം ആയിട്ട് വരാം. ഓക്കെ.